ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചക്കായ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. നമ്മൾ ഉള്ളിവടയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പച്ചക്ക വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടാവും, അത്രയും രുചിയായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ട് ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 പച്ചക്ക എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പലഹാരം കിട്ടുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ അളവും വ്യത്യാസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു 2 പച്ചക്കായക്ക് അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് ബാക്കിയുള്ളതെല്ലാം എടുക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ 2 പച്ചക്കായും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഒറ്റയാക്കി എടുക്കണം. ഈ ഒരു പലഹാരത്തിന് നമ്മൾ സബോള കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ പരുവത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ്. ഇതുപോലെ ഒറ്റയാക്കി ഈ ഉള്ളി മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്ക മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത പച്ചക്ക കൂടി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടി പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലപ്പൊടിയാണ്. ഇനി അതില്ല മീറ്റ് മസാലപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കൂടെ കൂടും, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകവും ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒരു പീസ് ചിക്കൻ സ്റ്റോക്കാണ്. നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ രുചി കൂട്ടുന്നത് ഇതുപോലെ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ സ്റ്റോക്കുമാണ്. ഇനി അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിലിനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതിനു മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ വെള്ളം ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിന്റെ പകുതി ആണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് കുഴയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും. ഉള്ളിവടയുടെ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ കറക്റ്റ് ഒരു പരുവത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ടെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ഉള്ളം കയ്യിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിന്റെ വക്കൊക്കെ ഒന്ന് ഷേപ്പാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനെല്ലാം തയ്യാറാക്കി എടുക്കുന്നത്. ഇതേ ഷേപ്പിലും വലിപ്പത്തിലും തന്നെ തയ്യാറാക്കി എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാനിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിന്റെ അകമൊക്കെ നന്നായിട്ട് വേവാനുള്ളതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഇതിന്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയത്ത് വേവിക്കണമെന്നില്ല. 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് നല്ലോണം വെന്ത് കിട്ടുന്നതിന്റെ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ആ ഒരു മണവും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ 1 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ആ ഒരു 2 സൈഡും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും വൈകിട്ട് അല്ലാതെ തന്നെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. 2 പച്ചക്കായ കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിന്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.